ഇസ്ലാമിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും എന്തുകൊണ്ട്? പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ചുറ്റും പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രതിഷേധങ്ങളും സമരങ്ങളും അവ ഇസ്ലാമികമാണോ? അവ അനുവദനീയമാണോ? മുസ്ലിങ്ങൾ ചിലപ്പോൾ പ്രതിഷേധത്തിൽ ശബ്ദമുയർത്തുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇസ്ലാം നീതിയുടെ മതമാണ്. ഖുർആനിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു, നീതിക്കു വേണ്ടി ഉറച്ചു നിൽക്കുക. അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ എതിരാണെങ്കിൽ പോലും. സൂറ അൻ-നിസാ 4:135. അതിനർത്ഥം അടിച്ചമർത്തൽ, അനീതി അല്ലെങ്കിൽ ദ്രോഹം ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ അത് നമ്മുടെ അവകാശം മാത്രമല്ല, നമ്മുടെ കടമയുമാണ്. പ്രതിഷേധങ്ങൾ സത്യം സംസാരിക്കുന്നതിൻ്റെ ഒരു രൂപമാണ്. ഒരു ഹദീസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യത്തിൻ്റെ ഒരു വാക്ക് പറയുക എന്നതാണ് ജിഹാദിൻ്റെ ഏറ്റവും നല്ല രൂപം. ഇതിനർത്ഥം അക്രമമോ കുഴപ്പമോ അല്ല, കാര്യങ്ങൾ തെറ്റുമ്പോൾ സമാധാനപരമായ നമ്മുടെ ശബ്ദം ഉയർത്തുക എന്നാണ്. വഖഫ് ഭൂമി സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ എല്ലാവർക്കും നീതിക്കു വേണ്ടി നിലകൊള്ളുന്നതിനെക്കുറിച്ചോ ആകട്ടെ, സമാധാനപരമായ പ്രതിഷേധം ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തമായ ഒരു പ്രവൃത്തിയാകാം. ഇസ്ലാം സമാധാനപരമായ ചെറുത്തുനിൽപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് പ്രവാചകൻ്റെ ഒരു സീറിലേക്ക് നോക്കാം. മക്കയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെട്ടപ്പോൾ അവർ യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഉറച്ചു നിന്നു, ഹിജ്റ ചെയ്തു, അനീതിക്കെതിരെ സംസാരിച്ചു, അന്തസ്സോടെയും ശബ്ദത്തോടെയും. അബൂ ത്വാലിബിൻ്റെ താഴ്വരയിൽ മുസ്ലിങ്ങളെ ബഹിഷ്കരിച്ചപ്പോഴും അവർ ഐക്യവും പ്രതിരോധവും പ്രകടിപ്പിച്ചു. ഇത് ഖുറൈശികളെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അഹിംസാത്മക പ്രതിരോധം എല്ലായ്പ്പോഴും ഇസ്ലാമിക മനോഭാവത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. എന്തിനാണ് പണിമുടക്കുകൾ, പ്രതിഷേധങ്ങൾ തുടങ്ങിയവ, സമരങ്ങളൊക്കെ? ഇനി സമരങ്ങളെക്കുറിച്ച് എന്താണ് ഇസ്ലാമിക വിധി എന്ന് പറയുന്നത്? തൊഴിലാളികൾ ജോലി നിർത്തുമ്പോഴോ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഇറങ്ങുമ്പോഴോ ഇത് പറയാനുള്ള ഒരു മാർഗമാണ്. ഞങ്ങൾക്ക് ഇതിൽ സന്തോഷമില്ല, ഞങ്ങൾ മാറ്റം ആവശ്യപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ അച്ചടക്കത്തോടെയും സമാധാനപരമായ ഉദ്ദേശത്തോടെയും ന്യായമായ ലക്ഷ്യത്തോടെയും ചെയ്താൽ അത് ഒരു സന്ദേശമായി മാറുന്നു. നാശമല്ല, മറിച്ച് ഒരു ഉണർവ് ആഹ്വാനമാണത്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ സ്വത്തിന് കേടുപാടുകൾ വരുത്തുകയോ അന്യായമായി ഭൂമിയുടെ നിയമം ലംഘിക്കുകയോ ചെയ്യാത്തിടത്തോളം നമ്മുടെ അവകാശങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കാൻ ഇസ്ലാം നമ്മെ അനുവദിക്കുന്നു. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രതിഷേധത്തിൽ പോലും ഇസ്ലാം ഒരുപാട് മര്യാദകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രതിഷേധങ്ങൾ നമ്മുടെ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കണം. ശാന്തവും വ്യക്തവും ആത്മവിശ്വാസവും സത്യത്തിൽ ഉറച്ചതുമായിരിക്കണം അത്. പ്രതിഷേധങ്ങൾ ഇസ്ലാമിക വിരുദ്ധമല്ല എന്ന് ചുരുക്കത്തിൽ പറയാം. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇസ്ലാമിൽ തെറ്റാണെന്ന് ആരും നിങ്ങളോട് പറയാൻ അനുവദിക്കരുത്. അത് ഉദ്ദേശ്യത്തെയും രീതിയെയും ലക്ഷ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇസ്ലാം നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. സമാധാനം, അച്ചടക്കം, ആത്മാർത്ഥത എന്നിവയുടെ തത്വങ്ങൾ നാം പിന്തുടരുന്നിടത്തോളം കാലം പണിമുടക്കുകളും പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഉത്തമ ഭാഗമാകാം. നമുക്ക് നീതിക്ക് വേണ്ടി ശബ്ദങ്ങളാകാം. കോപത്തിലൂടെയല്ല, ജ്ഞാനത്തിലൂടെ, ധൈര്യത്തോടെ, സമാധാനത്തോടെ പ്രവാചകൻ്റെ പാത പിന്തുടരാം. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു ഇപ്പോഴും ശരിയായതിനു വേണ്ടി നിലകൊള്ളാൻ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ.